ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു മുട്ട കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉരുളക്കിഴങ്ങ്, മുട്ട ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഉള്ളി നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളകും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 3 വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയും വേവിച്ച് ഒരു 5 മുട്ട വേവിച്ച് അതും നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം ചീനിച്ചട്ടിയിലേക്ക് എണ്ണ വീഴ്ത്തി നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കരിവേപ്പില മുഴുവനായിട്ട് ഇടാതെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് പിച്ചിയോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞോ ഇടുക. അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോൾ, ഒത്തിരി വഴണ്ട് വരേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, അതിനൊപ്പം തന്നെ എരിവിനനുസരിച്ച് കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ സവാള ഇട്ട സമയത്ത് 1 സ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഒന്ന് അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റുക. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഈ ഒരു ഷേപ്പിലേക്ക് എല്ലാം ഉരുട്ടി മാറ്റുക. കട്ട്ലേറ്റിൻ്റെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കി അതിൻ്റെ കോട്ടിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് ബ്രെഡ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദാമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 2 മുട്ട ഉടച്ച് ശകലം 1 പിഞ്ച് ഉപ്പിട്ട് ഉടച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ആദ്യം മൈദയിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം മുട്ടയിലിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിൽ കോട്ടിങ് എടുക്കാം. ബ്രെഡ് പൊടിയിൽ മൈദാമാവിൽ എന്താണ് കോട്ടിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു തൊലിപ്പുറം നന്നായിട്ടൊന്ന് കട്ടിക്ക് വരാനായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതൊന്ന് ഊരിയൊന്നും പോകാണ്ട് എല്ലാം മൂത്ത് വരുമ്പോൾ പോകാണ്ട് നല്ല രീതിയിൽ ആ കോട്ടിങ് ആയിട്ടിരിക്കുക. കോട്ടിങ് വരാനാണ് ഞാൻ ഇങ്ങനെ മൈദയിൽ മുക്കുന്നത്. അപ്പോൾ എല്ലാ കട്ട്ലേറ്റും ഈ ഒരു രീതിയിൽ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂട് എണ്ണയിൽ നമുക്ക് ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്നില്ല, കാരണം നമ്മളിതൊന്ന് എല്ലാം മുരിച്ചെടുത്ത് മിച്ചം വരുന്ന എണ്ണയിൽ ആ ഒരു പൊടിയൊക്കെ വന്നിട്ട് നമ്മൾ വീണ്ടും അതെടുക്കുന്നത് നല്ലതല്ല, അൺഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ വരുന്ന രീതിയിൽ ഞാൻ 1-2 ഇട്ടാണ് പൊരിച്ച് ആ ഒരു രീതിയിൽ. അപ്പോൾ ഒത്തിരി എണ്ണ അങ്ങ് വേസ്റ്റായി വരത്തില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ചായക്കൊപ്പം വളരെ സന്തോഷമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.